ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം വാങ്ങി. ഓൾറെഡി ഉള്ളതായിരുന്നു, അപ്പോൾ അത് കേടുവന്നു പോയി. അപ്പോൾ ഞാനൊരു പുതിയത് വാങ്ങി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്ലാസിൻ്റെ ട്രേ. ഓവനാണ് ഞാൻ വാങ്ങിയത്, മൈക്രോവേവ് ഓവനാണ്. അപ്പോൾ ഓവൻ്റെ ട്രേ ആണ്, ഉള്ളിലെ ട്രേ ആണത്. ഇനി ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് 25 ലിറ്ററിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മുമ്പത്തെ എൻ്റെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മൈക്രോവേവ് ഓവനിൽ കുക്ക് ചെയ്യാറില്ല. പക്ഷേ ചൂടാക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങൾക്കൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈക്രോവേവ് ആണ്. ഇപ്പോൾ റൈസ് ചൂടാക്കാൻ, കറി ചൂടാക്കാനൊക്കെ പെട്ടെന്ന് ചൂടാക്കിയെടുക്കാൻ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയത് ബോഷിൻ്റെയാണ്. ഇതിൽ ഗ്രിൽ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഗ്രില്ലിംഗ് ഓപ്ഷൻ ഒരുപാട് മൈക്രോവേവിൽ യൂസ് ചെയ്യാറില്ല. ഗ്രില്ലിംഗ് ഓപ്ഷനും കൂടി ഉള്ള ഒരു ടൈപ്പാണ് ഇത്. ഇതാ കവറൊക്കെ മാറ്റി നമുക്കൊന്നുള്ള തുറന്ന് നോക്കാം. മാനുവല്, പിന്നെ ആ ഗ്രില്ലിനുള്ള സ്റ്റാൻഡും, പിന്നെ ആ റൊട്ടേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഓവൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ റൗണ്ടുള്ള സാധനം കൂടിയിട്ട്, വീലും കൂടിയുള്ള. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇത്. ഇനി അതാ നമുക്ക് ആ വീലിനെ ഉള്ളിലേക്ക് വയ്ക്കാം. ഗ്ലാസിൻ്റെ ട്രേയും കൂടി വെച്ചാൽ മൈക്രോവേവ് ഓവൻ സെറ്റായി. ഇനി നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യണം. ചൂടായി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ വരില്ല. എല്ലാ ഓവനിലും ഈ പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടോയെന്ന്. സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. ഓവൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് പുറത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിതെല്ലാം റിമൂവ് ചെയ്തു. ഇതിൽ അത്യാവശ്യം കുക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ഓവനിൽ ചൂടാക്കുക മാത്രമല്ല, കുക്ക് ചെയ്യാം, ഡിഫ്രോസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ ഗ്രില്ലും ചെയ്യാം. ഞാനിനി ഗ്രില്ല് ചെയ്യുന്നതോ കുക്ക് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോയുമായിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.